അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് സുറൈക്കിൻ മകൻ ഒന്നിച്ചുള്ളപതിനാൽ ഒരു വ്യസനമായിരുന്നത് ഷിഫായി. ഷരീഖിൻ്റെ മകന് കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്കതൊരു വിഷമമായിരുന്നു. അവനൊരു വിജയത്തിനെതിരായിരുന്നു, അതായത് അവന് ഒരു ദുശ്ശകനമായിരുന്നു. അവൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് കൊണ്ട് ഒരു വലിയ ഒരു വിഷമം, ഒരു സങ്കടം നമുക്കൊന്ന് മാറിപ്പോയി. ഇതൊക്കെ നഅമെന്തു കുഫത്തെല്ലാം കൈമ എടുക്കലായി, ഉടൻ കിടക്കലായി. ഇത് ശരിയാണെന്ന് വെച്ചുകൊണ്ട് അബൂജഹലിൻ്റെ വാദം ബാക്കിയുള്ള ആളുകളൊക്കെ സമ്മതിച്ച് അവിടെ നിന്ന് പിരിയാനൊരുങ്ങുന്ന സമയമാണ്. ഈ ഇശലിൽ പറയാത്ത മറ്റൊരു സംഭവം കൂടി അവിടെ നടന്നിട്ടുണ്ട്. ആ സംഭവമാണ് മഹാകവി അടുത്ത ഇശലിൽ പറയുന്നത്. നടന്താർ മുടിന്താർ ഗയുമെത്തി നസലു ജുഫ്നത്ത് തലത്തിൽ നെടിലുകൾ ചുമയും കിഴിത്തേലിൽ നിലയാക്കിരിന്ത് അന്തലയിലിൽ തടിയാൽ നിഴലിൽ അതോർ തൻ്റെ ജദ് അബ്ദ് മനഫവരിൻ്റെ തുടർമക്കലുള്ള ജുഹൈമ് തുഞ്ചമിൽ കനിന്ത് ഗമനാം മനമീന്നവർ ഞെട്ടി ഉണർന്നേ മറ്റ് കൗമിൽ വിളിത്ത് മൊളിന്തേ സിനഹോർകളെ കേപ്പി ഞാനിന്തേ സമയ കണ്ട ജവാൽ കനവണ്ടേ. നടന്താർ മുടിന്താർ കയുമെത്തി, അവർ നടന്ന് മുന്തി അവർ എത്തി. എവിടെ എത്തി? നസലു ജുഫ്നത്ത് തലത്തിൽ എത്തി എന്നാണ് ഈ ഇശൽ മഹാകവി പറയുന്നത്. പക്ഷേ ഈ കിതാബിന് മൂലമായി എടുത്ത അൻവാറുൽ ബസറിലൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ലമ്മൽ ഖുറൈഷു ജുഹ്ഫത്തൻ തനസലു, ജുഹ്ഫയിൽ, നേരത്തെ ഉണ്ടായിരുന്ന ജുഹ്ഫയിൽ, അവിടെ തന്നെയാണ് ഒരു സംഭവം കൂടി ഉണ്ട്. അവിടെ ഇറങ്ങിയപ്പോൾ എന്ന് തുടങ്ങുന്ന വരികളിൽ ഈ സംഭവം വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അവിടെ ഉണ്ടായത്? ഏതിരുന്നാലും ഇതിൽ ജുഫ്ന എന്ന് കാണുന്നുണ്ട് എങ്കിലും അത് ഒന്നിരിക്കലും പ്രിന്റ് മിസ്റ്റേക്കോ മറ്റോ ആയിരിക്കാം. നമ്മുടെ ഇത് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരൊക്കെ നമ്മൾ പഠിപ്പിച്ചത് ജുഹ്ഫയിൽ എന്ന് തന്നെയാണ്. അവിടെ നെടിൽകളും ചുമയും കിഴുത്ത് ഏരിൽ, ഒട്ടകത്തിൽ നിന്നുള്ള ചുമടുകളും അതുപോലെ തന്നെ മറ്റു ഭാണ്ഡങ്ങളൊക്കെ കിഴിച്ച് താഴെ വെച്ച് ഏരിൽ യുദ്ധായുധങ്ങളൊക്കെ താഴെ വെച്ച് നിലയൊക്കെ ഉറപ്പിച്ച് ഇരുന്ന അന്തലയിൽ അവിടെ ഇരുന്ന ആ രാത്രിയിൽ തടിയാൽ നിഴലില്ലാത്തവർ തൻ്റെ തടിയിൽ നിഴലില്ലാത്തതായ മുത്തുനബി തങ്ങളുടെ ജദ് അബ്ദ് മനാഫ് അവറിൻ്റെ തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന അബ്ദ് മനാഫ് അവരുടെ മക്കളാലുള്ള ജുഹൈമ് തുഞ്ചലിൽ കനിന്ത് ഏകമനാൻ. തുഞ്ചലിൽ എന്ന് വെച്ചാൽ രാത്രിയിലെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. എന്താണ് ആ സ്വപ്നം എന്നാണ് അടുത്ത വരി വിശദീകരിക്കുന്നത്. മനമിന്നവർ ഞെട്ടി ഉണർന്നേ മറ്റ് കൗമിൽ വിളിത്ത് മൊളിന്തേ. ജുഹൈമ് ബിൻ സൽത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ജുഹൈമ് സ്വപ്നം കണ്ട് മനാമെന്ന് ഞെട്ടി ഉണർന്നിട്ട് മറ്റേ കൗമിൽ വിളിത്ത് മൊളിന്തേ, മറ്റുള്ള സഹോദരന്മാരോട് കൂട്ടുകാരോട് വിളിച്ച് പറയുകയാണ്. എന്താണ്? സീനേഹോർകളെ പിന്നാനിന്തേ സമയ കണ്ട ജബാൽ കനവണ്ടേ. സ്നേഹോർകളെ, എൻ്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, കേഫിൻ ഞാൻ ഞാൻ ഈ സമയത്ത് കണ്ട് അജബാൽ കനവണ്ടേ, ഒരു അത്ഭുതകരമായ സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു. മുത്തുനബിയോടും അതുപോലെ തന്നെ സഹാബാക്കളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സംഘത്തിൽ നിന്ന് 1300 ആളുകളിൽ നിന്ന് 1250 ആളുകളിൽ നിന്ന് 300 ആളുകൾ മടങ്ങിപ്പോയി. ബാക്കിയുള്ള ആളുകൾ 950 പേർ അവിടെ താമസിക്കുമ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ജുഹൈമ് എന്ന ആളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്താണ് എന്ന് പറയുകയാണ്. സ്നേഹോർകളെ കേപ്പി ഞാൻ ഇന്ത സമീക്കാൻ കണ്ട് അജബാൽ കനവുണ്ട്. എന്താ? കനദീ പറസാൾ ഒരുവൻ താൻ കങ്കൈ പോലെ പറന്തിങ്ക് വന്താൻ. കനദി ഫർസാൽ, നല്ല തടിച്ച
ഒരു ഒട്ടക സവാരിക്കാരനായ ഒരു തടിച്ച ഒരു ആള് ഒരുവൻ താൻ കങ്കൈ പോലെ പരുന്തിനെ പോലെ പറന്ന് പറന്നിട്ട് ഇങ്ങോട്ട് വന്നു, നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നു. ഒരു തടിയുള്ള ഒരാൾ ഒട്ടകപ്പുറത്തായി കഴുകനെ പോലെ പറന്നു വന്നു. വന്നിട്ട് എന്ത് ചെയ്തു? തനം നമ്മളെ സഫുകളൊക്കെ തറ ചൂറ്റി വിളിത്തു മുരക്കൈ. തനം നമ്മളെ സഫുകളൊക്കെ, അദ്ദേഹം നമ്മുടെ ഈ സഫൊക്കെ തറ ചുറ്റി വിളിത്ത് പറയുകയാണ്. എന്താണ്? ഉരമുറ്റ ശുചായികളോരെ ഒരേ പേരെ തിരിത്തവൻ കൂറേ. ഉരമുള്ളതായ ശക്തിയുള്ളതായ ശുചായികൾ ഓരോരുത്തരെയും പേരെ വിളിച്ച് അവൻ വിളിച്ച് പറയുകയാണ്. എന്താണ് അവൻ പറയുന്നത്? നരർമൂഫൻ അബുൽ ഹക്കമത്ത് നളറും ഉമയതുത്ബത്ത് തരമേ പഠിച്ചൽ പെടുവോരെ സകലം കുലപെട്ടിടും ചേരേ. നരർ മൂപ്പർ, നമ്മുടെ കൂട്ടത്തിലുള്ള ഇവിടെയുള്ള ഈ മനുഷ്യരുടെ നേതാവാകുന്ന മൂപ്പനാകുന്ന അബുൽ ഹക്കം, മറ്റു നളർ, ഉമയ്യത്ത്, ഉത്തുബത്ത്, തരം ഇപ്പടി ചൊൽപ്പെടുവോരെ, ഈ പേർ പറയപ്പെട്ട ആളുകളൊക്കെ സകലം കൊലപ്പെട്ടിടും ചേരെ, നിശ്ചയമായും ഈ ആളുകളൊക്കെ കൊല ചെയ്യപ്പെടും. മാത്രമല്ല പരമറ്റുള്ള പേർ സകലത്തിൽ പറ്റും വൻമുറിയന്തുഷരത്തിൽ, ഇവരെല്ലാം മരിക്കും. ബാക്കിയുള്ള മറ്റുള്ള പേർ സകലത്തിലും എല്ലാ ആളുകൾക്കും എല്ലാ പേരും പറ്റും. വൻമുറി എന്ത് വലിയ മുറിവ് പറ്റും, നാശം സംഭവിക്കും. എന്ത് ഉഷരത്തിൽ എന്ന് ഉറക്കെ അവൻ വിളിച്ചു പറയുകയാണ്. എന്നിട്ടോ ഉഷരത്തിൽ ഉറൈ നടചൂറ്റി ഒട്ടകൊണ്ടിൻ കളുത്തിൽ വെട്ടി. ഉഷരത്തിൽ ഉരൈ നടചുറ്റി, ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. ഒട്ടുകൊണ്ടിൻ കഴുത്തിൽ വെട്ടി, ഒരു ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് വെട്ടുകയും ചെയ്തു. വെട്ടിയപ്പോൾ എന്തുണ്ടായി? യശുന്തേറ്റമക്ഷോണിതം ചാടി എല്ലാ സഫിലും ചൂറ്റി അതോടി. ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് വെട്ടിയപ്പോൾ യശുന്ത് ഏറ്റമേ ക്ഷോണിതം ചാടി, അത് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റമേ ക്ഷോണിതം ചാടി, അതിൽ നിന്ന് ക്ഷോണിതം എന്ന് പറഞ്ഞാൽ രക്തം ചാടാൻ തുടങ്ങി, രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ രക്തം ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ട് എല്ലാ സഫിലും അതോടി, ആ ഒട്ടകം അതോടുകയും ചെയ്തു. എന്നിട്ടും വശമേ ഫലതുള്ളികളല്ല വരമേലും തരി തൊഴിവില്ല. ഇതിൻ്റെ ഓരോ വശത്തുള്ള പല ഭാഗത്തുള്ള വശങ്ങളിലുമുള്ള പല തുളികൾ എല്ലാ വരമേലിലും, ആ ഒട്ടകത്തിൻ്റെ ക്ഷോണിതത്തിൻ്റെ ചോരയുടെ എല്ലാ തുള്ളികളും ഓരോരുത്തരുടെ മേലിലും തെറിത്തൊഴിവില്ല, ഒരാളും ഒഴിവില്ലാത്ത നിലക്ക്. എന്നിട്ടോ പശന്തപ്പോൾ അന ഉണർന്നിട്ടേ പറഞ്ഞ കനവെല്ലരും കേട്ടേ. പശന്തപ്പോൾ, പശന്ത് പറഞ്ഞാൽ ഭയന്നിട്ട്, പശന്ത് ഷാക്ക് പകരം ഷാക്ക് ഉപയോഗിക്കുന്ന ചില നാടുകളുണ്ട്, അതിൽപ്പെട്ട പശന്തപ്പോൾ ഭയന്ന്, അപ്പോൾ അന ഉണർന്നേ ഞാൻ ഉണർന്നു, പറഞ്ഞ് അക്കനവ് എല്ലാവരോടും, ആ കിനാവ് എല്ലാവരും കേട്ട്, ഞാൻ ഈ കിനാവിൻ്റെ കാര്യം പറഞ്ഞ് അതെല്ലാവരും കേട്ടുടൻ കരം കോട്ടി ചിരിത്ത് കെളുനൈഷയതീൻ കളിപ്പിത്ത്. ഈ കഥ കേട്ടപ്പോൾ കേട്ടുടൻ കരം കൊട്ടി, എല്ലാവരും കൈകൊട്ടിക്കൊണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, കേൾക്കൂ ഉനൈ, നിന്നെ ഷയാത്തീൻ നിന്നെ ഷെയ്ത്താൻ കളിപ്പിച്ചതാണ്, അത് യഥാർത്ഥ സ്വപ്നമൊന്നും അല്ല, അതൊരു കിനാവൊന്നും അല്ല, അത് കണക്കാക്കപ്പെടേണ്ടതല്ല. മാത്രമല്ല കേട്ടുടൻ കരം കോട്ടി ചിരിത്ത് കെളുനൈഷയതീൻ കളിപ്പിത്ത് കൊട്ടിക്കൊണ്ട ഭുജായിലും വേണ്ടാൻ കുറൽ പാട്ടങ്ങന്നോർത്തിട വേണ്ട. മുഖം ചുളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് അബുജഹലും മിണ്ടാൻ അവൻ പറഞ്ഞു, കൂറൽ പട്ടാങ്കെന്ന് ഓർത്തിട വേണ്ട, ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന്, പട്ടാങ്കമാണെന്ന്, യഥാർത്ഥമാണെന്ന്
ആരും തന്നെ വിചാരിക്കണ്ട. എന്നിട്ട് മാത്രമല്ല, തിട്ടമ്മബുദ് മനാഫിൻ്റെ മക്കൾ തന്നെ കാണുന്നതെന്ത് കിനാക്കൾ. തീർച്ചയായിട്ടും ഈ അബ്ദു മനാഫിൻ്റെ മക്കൾ തന്നെ എന്താ ഇങ്ങനെ കിനാവ് കാണുന്നത്? അവൻ കളിയാക്കുകയാണ്. അബ്ദു മനാഫിൻ്റെ മക്കൾ തന്നെ എന്താ ഇങ്ങനെ കിനാവ് കാണുന്നത്? നേരത്തെ ആത്തിക്കാക്കും കണ്ടിരുന്നല്ലോ. ആ ആത്തിക്ക കണ്ട സ്വപ്നത്തിനെ പരിഹസിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. എന്നിട്ടോ, കാട്ടി ചൊല്ലും ഹിയാൽ നിതമെങ്കിൽ കണ്ടിടണ്ടയോ ഞാനുണ്ട് ചെങ്കിൽ. ഈ കാണിക്കുന്ന സ്വപ്നങ്ങൾ, ഹിയാലുകൾ, ഈ തോന്നലുകളൊക്കെ ശരിയാണെങ്കിൽ, നിതമെങ്കിൽ സത്യമാണ് എങ്കിൽ, കണ്ടിടണ്ടയോ കാണേണ്ടത് ആരാണ്? അങ്ങനെയുള്ള സ്വപ്നം കാണുന്നെങ്കിൽ കാണേണ്ടത് ആരാണ്? കണ്ടിടണ്ടയോ ഞാനുണ്ട് ചൊങ്കിൽ. ഞാനുണ്ടല്ലോ ഇവിടെ മനോഹരമായിട്ട്, വളരെ എല്ലാത്തിനും തികഞ്ഞതായ ഞാനുണ്ടല്ലോ. ഞാൻ എങ്ങനെയുള്ള ആളാണ്? കിള പോരിഷബുദ്ധിയും രാജ കേവലം പെറ്റ ഞാനല്ലേ ഫൗജ. കിള അതായത് ഗോത്രമഹിമയുള്ള ആള്, പോരിഷയുള്ള ആള്, ബുദ്ധിയുള്ള ആൾ, രാജ അധികാരമുള്ള ആള്, കേവലം പെറ്റോൻ ഞാനല്ലേ ഫൗജ. ഇതെല്ലാം ഉള്ളത് ഞാനല്ലേ എൻ്റെ കൗമേ. ഫൗജ എന്ന് പറഞ്ഞാൽ കൂട്ടരെ, സമൂഹമേ, കൗമേ എന്നാണ്. അളവം മൊളി ശുദ്ധ കളവാം അത്തിക്കാക്കൊപ്പിത്തൂറ്റക്കിനാവാം. അളവം മൊഴി, അളന്നു മുറിച്ചു കൊണ്ടുള്ള അവൻ്റെ ആ മൊഴിയുണ്ടല്ലോ, അത് ശുദ്ധമായ കളവാണ്. നിങ്ങൾ ആരും അത് വിശ്വസിക്കേണ്ട. ആത്തിക്കാക്ക് ഒപ്പിത്ത് ഉറ്റക്കിനാവാം. ആത്തിക്ക നേരത്തെ സ്വപ്നം കണ്ടിരുന്നല്ലോ, അതുപോലെ അതിനോട് ഒപ്പിച്ച് ഇവന് അളവൊപ്പിച്ച് പറയുന്ന കഥയാണ്. അതാരും വിശ്വസിക്കേണ്ടതില്ല എന്ന് അബൂജഹൽ അവരോട് പറയുകയാണ്. ജുഹൈമാകും സഗീറാം നബിയാ മഹ്മൂദ് കബീറാം. നളമാം, ഇവൻ പറയുന്ന ഈ ന്യായങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത്, നമുക്കെന്താ തോന്നുന്നത്? ജുഹൈമാകും സഗീറാം നബിയാൻ. ജുഹൈം, ഈ പറയുന്ന ജുഹൈം സഗീറാം നബിയാൻ, ചെറിയ നബിയാണെന്നും, മഹ്മൂദ് കബീറാം, നബി ഉണ്ടല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത് വലിയ നബിയുമാണ്. ജുഹൈം ഒരു ചെറിയ നബിയും മുഹമ്മദ് വലിയ നബിയും ആണെന്നാണ് ഇവൻ്റെ ന്യായം കാണുമ്പോൾ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. ചൊള്ളിയന്നിവ ചൊല്ലി അടങ്ങി ജുഹൈമോടവൻ നീ കൈവിണങ്ങി. ചുളിയൻ ഉള്ളവള്ളയായ ഈ ജഹാലത്തിൻ്റെ ജഹില് ഇത് ചൊല്ലി, ഇവ ചൊല്ലി അവൻ അടങ്ങി. ജുഹൈമോട് അവൻ നിക്കൈ പിണങ്ങി. ജുഹൈമിനോട് അത് പിണങ്ങുകയും ചെയ്തു. കാരണം ജുഹൈമിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും തിരിച്ചു പോകണ്ട എന്ന പേടിയൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഓർത്തുകൊണ്ട് ജുഹൈമിനോട് ആ നിന്ന നിപ്പിൽ തന്നെ അവൻ പിണങ്ങുകയും ചെയ്തു. എന്നിട്ടോ, പിറമത്തലം വിട്ട് നടന്നാർ പേശും താനം ബദർ തന്നിൽ ചേർന്നാർ. പിറകെ അത്തലം വിട്ട് നടന്നാർ, അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ആ സ്ഥലം വിട്ട് അവർ നടന്നു. പേശും താനം, നാം ഈ പറയാൻ ഉദ്ദേശിക്കുന്ന, കണ്ടുമുട്ടുമെന്നൊക്കെ പറയുന്ന മുഹമ്മദിനെയും കൂട്ടരെയും കണ്ടുമുട്ടണമെന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വരുന്ന ബദറിലേക്ക്, പേശും താനം ഈ പറയുന്ന സ്ഥാനമാകുന്ന ബദർ തന്നിൽ ചേർന്നാർ. ബദറിലേക്ക് ഖുറൈശികൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ചേർന്നു. ഇനി റാവി പറയുകയാണ്, റാവി അക്കൻ കുല്ല തന്നെ പർവ്വതത്തിൻ പിൻചെരു തന്നെ. ഈ ബദർ എന്നാൽ ഉയർന്നു കാണുന്ന അക്കൻകുൽ പർവ്വതത്തിൻ്റെ പിറകവശത്തിലുള്ള ചരുവാണ്, ഒരു മലഞ്ചെരുവാണ്. അറിവീൻ ബദർ മക്ക മദീന അത് രണ്ടിൻ്റിടക്കുൾ മക്കാന. അറിയുക സഹോദരന്മാരെ, ബദർ എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു നാടാണ്, ഒരു സ്ഥലമാണ്, ഒരു മക്കാനാണ്. ബദർ എന്ന നാട്ടിലേക്ക് അദ്രാവിൽ നിന്ന് ഇലയ, അതിലേക്ക് അദ്രാവിൽ നിന്ന് മദീനയിൽ നിന്ന് ഈ ബദറിലേക്ക് കാതമുണ്ട് 20 ബാഹ. 2 10 2 10 എന്ന് പറഞ്ഞാൽ 20 ബാഹ 9, 29 കാതമുണ്ട്. 29 കാതം അകലെയുള്ള സ്ഥലമാണ് മദീനയിൽ നിന്ന് ബദറിലേക്ക്. ബദറണ്ടവിടെ കിസ്മേഗ ബട്ടബീറുടെ പേരുരകാക. ബദർ എന്ന് ആ നാട്ടിലേക്ക് പേര് വരാനുള്ള കാരണം, ഓരോ നാട്ടിനും ഒരു പേര് വരാൻ പ്രത്യേകങ്ങളായ ചില കാരണങ്ങൾ ഉണ്ടാകാം ചില നാടുകൾക്ക്. അതുപോലെ ബദർ എന്നവിടേക്ക് പേര് വരാൻ, ബദർ ഉണ്ട് അവിടേക്ക് ഇസ്മേഗ അവിടേക്ക് പേര് വരാനുള്ള കാരണം, ഏക വട്ടബീരുടെ വട്ടത്തിലുള്ള ബീർ എന്നാണ് അറബിയിൽ പറയുന്നത്. പട്ടപ്പിച്ചുകൊണ്ട് ബീറുടെ
പേരൂരെ ആകാ, അവിടെ ഒരു വട്ടത്തിലുള്ള കിണറിൻ്റെ പേര് അതാകാം അവിടേക്ക് ബദർ എന്ന് പേര് വരാനുള്ള കാരണമെന്ന്. ബദർ ആകൽ ഹിലാല് പരിപൂർണതയിലേക്ക് എത്തി വട്ടത്തിലാകുമ്പോഴേക്കാണല്ലോ നാം ബദർ എന്ന് പറയുന്നത്. പിന്നെയോ അത് കാതനം ചെയ്തവൻ തൻ്റെ എണ്ടും ഉലമാക്കൾ വിണ്ടേ. അത് കാതനം ചെയ്തവൻ്റെ, കഥനം തന്നെ കുഴിക്കൽ, അത് കാതനം, അത് കുഴിച്ചവൻ, അത് കാതനം ചെയ്തവൻ തൻ്റെ, അത് കുഴിച്ച ആളുടെ എന്ന് പറഞ്ഞാൽ പേര് എണ്ടും ഉലമാക്കൾ ഉണ്ട്. ഉലമാക്കൾ ഇങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്നിരിക്കൽ പേരുള്ളത് കൊണ്ടായിരിക്കാം അവിടേക്ക് ബദർ എന്ന് പേര് വന്നത്. അതല്ലെങ്കിൽ അത് കാതനം ചെയ്തവൻ തൻ്റെ എന്ന് പറഞ്ഞാൽ പേര് അവിടെ അത് കുഴിച്ചവൻ്റെ പേര് ബദർ എന്നാണ്. അത് അതിശാമെന്നും തൈബിനുള്ള പത കൂടിയതാ മക്ക കൊള്ളേ. ഫതി ആ നാട്, ബദർ നാട്, ഷാമിനും തൈബാവിനുള്ള, ഷാമു നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മദീനയിൽ നിന്നും വരുന്ന വഴിക്ക് പാത കൂടിയതാ മക്ക, മക്കയിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. ഷാമിൽ നിന്നും അതുപോലെ തന്നെ തൈബാവിൽ നിന്നും മക്കയിലേക്കൊക്കെ 3 റൂട്ടായി തിരിയാൻ പറ്റുന്ന 3 മാർഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബദർ എന്ന്. അത് നാട്ടിൻ്റെ പേര് എന്താണ് എന്നാണ് മഹാകവി വിശദീകരിച്ചത്. എന്നിട്ടോ കദ്ജാഹിലും കൗമുകളോത്ത് താനത്തിൽ പാർത്ത്, അങ്ങനെ ബദറിലെത്തി അബൂജാഹിലും ഈ വിവരദോഷിയും കൗമുകളൊത്ത് ഹൈമയിട്ട് താൻ ആ സ്ഥലത്ത് പാർക്കാൻ തുടങ്ങി, താമസമാക്കി. ഇനി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എവിടെ എത്തി, എന്താണ് അവരുടെ അവസ്ഥ എന്നാണ് അടുത്ത ഇശ്റിൽ മഹാകവി വിശദീകരിക്കുന്നത്.